ആക്കണം പൊയ്യൂരെടുത്ത് കളിച്ചണ്. എന്താ ചേച്ചിയെ ഡിസ്പ്ലേ ഒക്കെ അല്ലേ പേടി ഭയങ്കര കണ്ടാ. ഇവനെ കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഓ കൂര കെട്ടിക്കണോ? ആ അതുകൊണ്ട് ചാടൂല അല്ലേ. ഇത് വലിയ തവള. ഹായ് 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 ചൈമറയിലേക്ക് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ അപ്പോൾ ചങ്ങായിമാരെ, ഞങ്ങൾ ഈ കിസാമ വില്ലേജിൽ നിന്നും ഹോൺബിൽ ഫെസ്റ്റിവലിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഗ്ലാസ്സൊക്കെ കേക്ക് തുടച്ച് നിൽക്കുവാണ് കുക്കു. ഞാൻ ചെറിയൊരു എഡിറ്റിങ് ബാക്കിയുണ്ടായിരുന്നു, അത് ഇന്ന് ഇടാനുള്ള വീഡിയോ. അപ്പോൾ അത് ഞാൻ എഡിറ്റിങ് പൂർത്തിയാക്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഞങ്ങൾ. ചായ കുടിച്ചു അല്ലടാ? ചായ കുടിച്ചു. എന്നാൽ ഡോറ് ക്ലോസ് ചെയ്തോ, ക്ലോസ് ദ ഡോർ. അങ്ങനെ നമ്മൾ രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് ചായ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഉപ്പുമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ റവ അതുകൂടി കുക്ക് ചെയ്ത് കുറച്ച് ഉപ്പുമാവും കൂട്ടി കുറച്ച് ചായ കുടിച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒതുക്കി എടുത്ത് വെച്ച് മടക്കി വെച്ചു അല്ലേ. ഇനിയിപ്പോൾ കുടിവെള്ളം ഉണ്ടാ? ഒരു കുപ്പി വാങ്ങാം എന്തായാലും. ഈ കുപ്പി കുറേ 2 ദിവസമൊക്കെ ആയില്ലേ. അപ്പോൾ ആ കുപ്പി മാറ്റാം, വേറെ കുപ്പി വാങ്ങട്ടാ. കഴിഞ്ഞിരിക്കണേ. പിന്നെ നമ്മുടെ കയ്യിൽ അല്ല, നമ്മുടെ ക്യാനിൽ വെള്ളമല്ലേ? അയത്തേം കഴിഞ്ഞാ? ചിക്കൻ ഒക്കെ ഉണ്ടാവും അല്ലേ. അതായത് ഞങ്ങൾ ചോറുണ്ടാക്കിയേക്കണ്, കറി ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിനി എവിടേക്കാ പോകണം അറിയോ? ഇവിടുത്തെ മാർക്കറ്റിക്ക്. അത് കാണണം. അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കണം. നമ്മൾ ഇവിടുന്ന് പല ജാതി സംഭവങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഇവയൊക്കെ ടേസ്റ്റ് ചെയ്യാതെ ജീവനോടെ അല്ലെങ്കിൽ അറുത്ത് തോലിച്ച് വെച്ചതൊക്കെ കാണണ്ടേ? അത്തരം കാഴ്ചകളുള്ള മാർക്കറ്റ് ഉണ്ട് പോലെ ഇവിടെ. കണ്ടോളിയും കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ എന്നാലും നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇവിടുത്തെ കൊഹിമേത്തെ മാർക്കറ്റ്, BOC മാർക്കറ്റിലേക്കാണ് പോകുന്നത്. മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചിക്കനും വാങ്ങിക്കണം. കുക്കുവിന് കുറച്ച് തവള വേണം പറഞ്ഞു. അനക്കെന്താ വേണ്ടേ? തവളേ? ഓന് കുറച്ച് തവള നടാൻ പോലോ. പിന്നെ പാറ്റ വൈതാരൊക്കെ ഉണ്ടാവും. സ്പൈഡർ ഉണ്ടോ? സ്പൈഡർ ഇന്നലെ നമ്മൾ കഴിച്ചില്ല. ചങ്ങന്മാർ ഇന്നലെ സ്പൈഡർ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾക്കത് ഏത് സ്റ്റാളിലാണ് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ഇന്ന് അതിനായിട്ട് ഞങ്ങൾ പോകണില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് തൊണ്ട ക്ലിയർ ആയില്ല. ഇപ്പോഴും തൊണ്ടവേദന ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ ചിലവായി പോകും അല്ലേ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങൾ ഇനി അങ്ങനെ മാർക്കറ്റിലേക്ക്. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ നോക്കുമോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്നുമില്ലേ? ഒന്ന് പരിഗണിക്കുക. ഞങ്ങൾ 2 ചെറുപ്പക്കാർ ഒരു ഒമിനി വാനും എടുത്ത് തട്ടുകൂട്ട് പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. ചെറിയ സെറ്റപ്പിലുള്ള ബെഡും ഒരു 500 റുപ്യേൻ്റെ കടക്കയും വാങ്ങിയിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പരിഗണിച്ച് തരാം. എന്നാൽ ഇറങ്ങല്ലടാ, ഒക്കെ കഴിഞ്ഞില്ലേ? മേഘാലയ പോലെ അല്ല കേട്ടോ ഇവിടെ. ഇവിടെ പകലും നല്ല തണുപ്പുണ്ട്. മേഘാലയയിൽ രാത്രി തണുപ്പ് കുറവായിരിക്കും. രാത്രി തണുപ്പ് കൂടുതലാണ്, പകല് ചൂടുണ്ടായിരുന്നു. ഇവിടെ പകലും തണുപ്പാണ്. പകലും രാത്രി ഒക്കെ തണുപ്പ് തന്നെയാണ് ഇവിടെ. കുട്ടികളുണ്ട്, സ്കൂളിലേക്കൊക്കെ പോവുകയാണ്. ഇവിടുത്തെ സ്കൂൾ യൂണിഫോമൊക്കെ ഈ തണുപ്പിനെ എന്താ പറയാ പ്രതിരോധിക്കുന്ന യൂണിഫോമുകളാണ്, ക്ലോത്തുകളാണ്. അല്ലാതെ പിടിച്ചിട്ട് ഇവർക്ക് തന്നെ പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ, പിന്നല്ലേ നമുക്ക്. കോഹിമന്റെ നടുവ് കൂടെ റോട്ടിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്. കൂമനെ ഇവിടെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഈ റോട്ടിന് കുറച്ച് ദൂരം പോവാണ്ട്. ആ റോട്ടിനാണ് നമ്മൾ പോവേണ്ടത്. നടക്കാന്ന് വിചാരിച്ചു. നമുക്ക് നടന്നുകൊണ്ടായത് അവിടെ ചിലപ്പോൾ പാർക്കിങ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനൊക്കെ അല്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് നടന്നു പോവല്ലേ. ഞൗഞ്ഞി നമ്മൾ തിന്നതാണ് അല്ലേ. നമുക്ക് കുറച്ച് കപ്പ കിട്ടുകയാണെങ്കിൽ വാങ്ങണം അല്ലേ. ഈ മാർക്കറ്റ് കിടക്കുന്നത് മെയിൻ റോഡിൻ്റെ വക്കിൽ തന്നെയാണല്ലേ. ഇതാ കിടക്കണം പുഴുക്കള്. ഇതിനൊക്കെ തുളുമ്പണം. ഇന്നലെ നമ്മൾ കഴിച്ചു. എലിയൊക്കെ ഉണ്ടോ? എലിയുണ്ടോ? എലിതാ. എൻ്റെ ചെങ്ങന്മാരെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നേരത്തെ നമ്മൾ കണ്ട സ്ട്രീറ്റ് ഫുഡ്. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്താ ചിക്കനാ? ഇത് ചിക്കനാണോ അല്ലേ? ഇത് മൊമ്മോ ആണോ? ഞാനും മൊമ്മ കഴിക്കട്ടെ. നിനക്കുണ്ടല്ലോ.
ഇന്നാളെ വീട്ടിലെ ഒരു ഭാഗത്ത് വന്നപ്പോൾ കണ്ടമാനം മീനുകൾ, പിന്നെ പയറുവർഗ്ഗങ്ങൾ, അത് കൂണ്, പേരക്ക, കപ്പ ഒന്നും കാണാനല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് പോകും. ഇത് തവളയാണ് ഗൈസ്. തവള പാക്കറ്റാക്കി വെച്ചേക്കുക. തവളനെ പാക്കറ്റാക്കി വെച്ചേക്കാണ് ഗൈസ്. എന്തൊക്കെ കാഴ്ചകളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അപ്പോൾ ഇതിനേക്കാളുണ്ടാവും. കൂര കെട്ടിക്കണം. അതുകൊണ്ട് ചാടൂല അല്ലേ. ഇത് വലിയ തവള, ഇത് ചെറിയ തവള, അത് ഞൗഞ്ഞി. ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടുത്തെ മാർക്കറ്റിൽ വിൽക്കുന്നത് ഗൈസ്. ഇത് നല്ല മുളകാട്ടാ. നമ്മൾക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് കിട്ടേണ്ടത്. അത് ഇതുവഴി പോയാൽ കിട്ടുമോ? കിട്ടൂല. കിട്ടാൻ സാധ്യത ഉണ്ട്. ചെന്ന് നോക്കാം നമുക്ക്. അടുത്തത് മാർക്കറ്റുകൾ ലക്ഷ്യമാക്കി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കണ്ടറിയാം. നമുക്ക് നല്ല പട്ടിയും പൂച്ചയൊക്കെ കിട്ടുമെന്നുള്ളത് നോക്കണം. ഇതാണ് ശരിക്കുള്ള മാർക്കറ്റ് നോക്കുക. ഇതന്നെയാവാം. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇത് ഈ ഐറ്റം ഉണ്ടോ? ഈശ്വര കണ്ടത്. ഇത് ശംഖ് ടൈപ്പുള്ള സാധനം ഉണ്ട്. ആ ടൈപ്പുണ്ട്, ഈ ടൈപ്പുണ്ട് അല്ലേ. വേണ്ട, നമുക്ക് വേണ്ടത് ഇതൊന്നല്ല. ഇതാണ് മറ്റേ ഇലയാണോ? അതന്നെയാണ്. വേറെ അല്ലേ? അപ്പം അത് വേണ്ട. അങ്ങനെ മാർക്കറ്റിൻ്റെ വൈത്താരയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പ കാണണ്ടോ കേട്ടോ. ഇതൊക്കെ ഇവിടെ ഇവരെ വെച്ചൊന്നു വായൻ്റെ തൂമ്പല്ലത് അല്ലേ? വേണ്ട. ഇവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ കണ്ടോ. ഇനി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണട്ടാ ചെങ്ങന്മാരെ. കൊട്ടത്തേങ്ങ എടുത്തൊന്ന് നമുക്ക് ബീഫ് എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ കുത്തിയരിഞ്ഞിട്ടാ അല്ലേ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ക്യാരറ്റ്, അതേപോലെ തന്നെ വെണ്ട, പയർ, കുറച്ച് നമ്മൾ വെറും ഉള്ളിയും തക്കാളിയും മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംഭവം കൂടി എടുക്കുന്നുണ്ട്. ഉള്ളി ഇല്ല അതിൽ. പിന്നെ ഇഞ്ചിയുണ്ട്, ഉള്ളി ഇഞ്ചിയുണ്ട്, തക്കാളി അതൊക്കെ ഉള്ളത്. ഹാഫ് കിലോ തക്കാളി എടുക്കാം. ഈ ഇറച്ചികളൊക്കെ എവിടെയാണ് ഉള്ളത് അല്ലേ? ഇത് ഒരു പച്ചക്കറിൻ്റെ ഒരു ഏരിയ ആണ്. വെറും പച്ചക്കറി മാത്രം. പക്ഷേ എങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കണ്ടില്ല ഗൈസ്. ഞങ്ങളിപ്പോഴും കണ്ടില്ല. അതെവിടെയാണ്, ഏത് ഭാഗത്താണ്. പിന്നെ ജാക്കറ്റുകളുണ്ട്. ജാക്കറ്റുകളൊക്കെ നല്ലതുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോയി നോക്കാം. നമ്മൾക്ക് ജാക്കറ്റ് ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാട്ടടാ. അതൊക്കെ ചിലപ്പോൾ വില കുറവാവാം, ചിലപ്പോൾ കൂടുതലാവാം, എന്തോ ഒന്നും അറിയില്ല. ഇതിൽ നടന്ന് ഞങ്ങൾ കുഴങ്ങി. മാർക്കറ്റ് കണ്ട് നടന്ന് കുഴങ്ങി. അപ്പോൾ ഇവിടുന്ന് കണ്ട് ഇത് വാങ്ങിയിട്ടുണ്ട്. കിട്ടണേ ഇങ്ങനത്തെ ഒരു കടയിൽ നിന്ന് നമ്മൾ ഒരു 2 ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് തണുപ്പിന് നല്ല പറ്റുന്നതാണ്. കാരണം ഇത് റബ്ബർ ടൈപ്പാണ് സാധനം. അപ്പോൾ അതുകൊണ്ട് പറ്റുണ്ടാവും. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ എങ്കിൽ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങണില്ല. ചിക്കൻ ഉണ്ടാവില്ല അവിടെ അല്ലേ? പന്നിയാണ്. പന്നി അവിടെ വേണോ? കേരള. ഇത് ബീഫ് അല്ലേ? ബൂഷി. ഓ ബീഫ് ബീഫാണ്. കിतना है 1 kg? 300. 300 रुपये. 300 रुपये ഇവിടെ 1 കിലോ. वो लड़की का नाम मलन है? नहीं है. हाँ नहीं मलन है. സാക്ഷി. അതാ ഞങ്ങളങ്ങനെ അറവുശാലയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അറവുശാലയിലേക്ക് ഞങ്ങൾ കടക്കാൻ വേണ്ടി. കോഴികൾ നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങല്ലേ? ഇവിടെ ഫുള്ള് കോഴികളാണല്ലോ. അതാ കിലോ അതാ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം. മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാലേ ഇതാണ് മാർക്കറ്റ് പറയാം. ഒരു രക്ഷയല്ല അല്ലേ ചെങ്ങന്മാരെ. ഇതൊക്കെ കണ്ടങ്ങൾ കംപ്ലീറ്റ്. താറാവ് വേണ്ടവർക്ക് താറാവ് കൊണ്ടുപോവാം, അരയന്നം വേണ്ടവർക്ക് അരയന്നം കൊണ്ടുപോവാം. ഇവിടെ എന്തും തിന്നും. ഇവിടെ എന്തിന് സൈസായി കൊടുക്കും. പ്രാവ് ഇതൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്, കാണണ്ട. അതിനെ ഇവിടെ സൈസാക്കി കൊടുക്കും. ഇനി വേറെ എന്തെങ്കിലും വേണ്ട, എന്തും കിട്ടും. ഞങ്ങൾ ഇതുവഴി പോക്കും.
ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് കുറെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ആ അത് കാണണം കൈസ്, അത് വേറെ ലെവൽ സംഭവം. ഇവിടെ മാസ്ക് ഇല്ലാതിനകത്ത് കയറാൻ കഴിയില്ലട്ടാ, നിർബന്ധം. നമ്മൾ തണുപ്പിന് വേണ്ടി വെച്ചാൽ പക്ഷേങ്കിൽ ഇതിനുള്ളിൽ മാസ്ക് കുറച്ച് നിന്ന് രണ്ട് ഉപകാരമുണ്ട്. അതെ എന്താ വല്ലാത്ത അധികം മാർക്കറ്റ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയ മീനാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. മീനൊന്നും പക്ഷെ നമുക്ക് വേണ്ട. മഞ്ഞിലോ? ഇത് മഞ്ഞിലല്ല, മുയ്യാണ്. ഏല് ഇത് മഞ്ഞിലാണ്, അത് മഞ്ഞിലാണ്. ഇതൊക്കെ മുഴിയാ, മുയ്മീൻ. അതും അതും മഞ്ഞിലാണ്. ഇതൊക്കെ മുയ്മാനം മീൻ കൊത്തി തിന്നു പറഞ്ഞ മാരിയേക്കാരാ. ഇയാളെ കണ്ടിട്ട് തന്നെ ഒരു മലയാളി ലുക്കുണ്ടല്ലോ. ഇവിടെ കുറേ മലയാളികളുണ്ട്. ഇതെന്താ ഈ കെട്ടി തൂക്കിയിട്ടിരിക്കണേ? കേരള ഏകയായേ മട്ടൻ. മട്ടൻ നമുക്ക് വേണ്ട, ഞങ്ങൾ ചിക്കൻ വാങ്ങി, അതുകൊണ്ട് മട്ടൻ ഞങ്ങൾ കഴിക്കുന്നില്ല അല്ലേ. ഇതൊക്കെ തല വേണ്ടവർക്ക് തല, ഉടൽ വേണ്ടവർക്ക് ഉടൽ. ഇതിന് അകത്തേക്ക് അടിയിലേക്ക് ഇറങ്ങിന്. ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയുള്ളതാവും? ഇതൊക്കെ പന്നിയല്ലേ അല്ലേ? പന്നിയാണ്. നമുക്കിതിൻ്റെ മേലെ കൂടെ കയറാം അല്ലേ? ഇത് പോർക്ക് തന്നെയാണോ? നായയാണോ? ആടാ, ഇത് പട്ടിയിറച്ചിയാണ് ഗൈസ്. ഈ അറുത്ത് വെച്ചിട്ടുള്ളത് ഫുള്ള് പട്ടിയിറച്ചിയാണ്. ആടാ ഭയങ്കര. കണ്ടാ, ഇവനെ കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഓ മൈ ഗോഡ്, നമുക്കിത് അധിക നേരം നോക്കിക്കാൻ കഴിയണില്ല കേട്ടോ. പറയുമ്പോൾ ഞങ്ങൾ ഇന്നലെ ഞാൻ തിന്നെങ്കിൽ പോലും നമുക്ക് എന്തൊരു ഇടങ്ങേറിപ്പോൾ കണ്ട. അതെ അവൻ്റെ ആ കടത്തം കണ്ടപ്പോഴേ ചെറിയൊരു ഇടങ്ങേറ് തോന്നി. ഇവിടെ ഫുള്ളതാ. ഇനി നെക്സ്റ്റ് എന്ത് കാണാൻ വേണ്ടി പറ്റും? എലിയാളെ വേണോ? എലിക്കുട്ടികൾ. ഇത് ഏത് നിങ്ങൾ തിന്ന് വെച്ചാൽ അതനുസരിച്ചാണ് തരുന്നതാണ്. നിങ്ങളുടെയൊക്കെ കയറി വരുന്നു. എന്തരേ ഇപ്പോഴത്തെ കാട. അത് കാടാ. ഞങ്ങൾ ഇതിനകത്തേ നമുക്ക് വല്ല കപ്പ കിട്ടുമോ നോക്കാം. കപ്പ തിരഞ്ഞു പോവാണ് ഞങ്ങൾ. സൗണ്ട് ഉണ്ടാക്കണടാ അല്ലേ? ഇയാളൊക്കെ വളർത്താടാ. ചക്കരക്കിഴങ്ങ് അത് അല്ലേ? എവിടെ അത് ചക്കരക്കിഴങ്ങ. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞ് ഇവൻ്റെ അടുത്ത് എത്തി. ഇവരാണ് നമുക്ക് വേണ്ടത്. ഇതെടുക്കല്ലേ? ഇത് കുറച്ചുകൂടി മൂത്തായിട്ടല്ലേ? ഈ പ്ലേറ്റ് എടുക്കാം. ഇത് ആരെ തരിക? 100 റുപ്യ കേട്ടോ ഈ ഒരു പ്ലേറ്റിന് ഒന്ന്. അതൊരു കിലോന് എന്താ അറിയില്ല. ഇതിനകത്ത് ഇഷ്ടം പോലെ സാധനമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മടച്ചുകൊണ്ടാവും. എടാ ഇതാണ് നമ്മളന്ന് വെറുതെ ഒന്ന് ഇതല്ലേ അയല അല്ലേ? യെസ്, കേരള. എന്തൊക്കെ മലയാളത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാ. പക്ഷേ കഴിഞ്ഞില്ല, നാണോ അയാൾക്ക്. പിന്നെ എന്താ കാടമുട്ട ഉണ്ടോ? കുറച്ച് കാടമുട്ടൊക്കെ തിന്നാൻ എൻ്റെ തടിയൊന്ന് പുഷ്ടിപ്പിക്കണം. എൻ്റെ മാത്രമല്ല എൻ്റെതും പോയി. തടിയൊക്കെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു കഴിച്ചു. വയസ്സായി അല്ലേ? യാത്ര ചെയ്ത് വയസ്സായി. ഇനി ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങണം നമുക്ക്. കപ്പ് കിട്ടി. പിന്നെ വേറെ എന്താ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ. ഇത് നമ്മൾ കാണാത്തൊരു സംഭവമാണല്ലോ. തേമ്പലകയാണത് അല്ലേ? ഇത് എങ്ങനെയാണോ ഇതിൻ്റെ പരിപാടി? കണ്ടോ മേരി? വേണ്ട ഇതിൻ്റെ പരിപാടി എങ്ങനെ അറിയില്ല. പക്ഷേങ്കിൽ അതും ഇവിടെ വിൽപ്പനൊക്കെ ഉണ്ട്. പിന്നെ വാഴപ്പിണ്ടി തൊട്ട് എല്ലാവിധ സാധനവും. പുഴുക്കൾ ഇതാക്കണം. കണ്ടോളി, വീട്ടിൽ തിന്നാട്ട് കൊടുത്താണ്. ഒരു മരം ഇട്ട് കൊടുത്തവർക്ക് വേണ്ട. ഇതൊക്കെ പുഴുക്കൾ. ഇതൊക്കെ ആളുകൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധനങ്ങളാട്ടോ. ഇത് കണ്ടങ്ങള് മക്കളെ, ഇതൊക്കെയാണ് കൊണ്ടുപോയി തിന്നുണ്ട്. നമ്മളെ ചില എന്താ പേരക്കമ്മലും അതേപോലെ തന്നെ മാവുമ്മലും അങ്ങനെയുള്ള ഇലമല കാണാൻ വേണ്ടി പറ്റും. ഈ സാധനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നുന്നുള്ളല്ലേ. പക്ഷേങ്കിൽ ഇന്നലെ ഞങ്ങള് അതല്ല ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. നമ്മളടുത്തെ ചേമ്പ്, കാവത്ത് പോലത്തെ സംഭവങ്ങളുടെ കിഴങ്ങ്. മാണിത്തട്ട വേണ്ട. അതന്നെ നേരത്തെ പറഞ്ഞു, അത് വേണ്ട. അപ്പൊ ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകള്. എന്നാലും ഇതിന്ന് എന്താണ്? ഇതില് പുഴുവാണേ. പുഴുക്കളാണല്ലേ? അതാണ് ഇത് കൊണ്ടുപോകണേ. ഈ പലകയിന്ന് ഇത് എടുത്ത് കൊണ്ടുപോകും. ആക്കണം പുയൂരെടുത്ത് കളിച്ചണ്. എന്താ ചേച്ചിയെ ഡിസ്പ്ലേ ഒക്കെ
ഡിസ്പ്ലേക്ക് അല്ലേ പേടിപ്പിച്ച നമ്മളെ. ഓ ആ തവള ഇവിടെ സെലക്ട് ചെയ്യാണ് ഏത് തവള വേണ്ടതെന്ന് വെച്ചാല്. വലുതുണ്ടതില് ചെറുതുണ്ടതിലെന്ന് ചോദിച്ചേ. വലുത് കണ്ടിരിക്കും വലുത്, ചെറുത് കണ്ടിരിക്കും ചെറുത്. മാർക്കറ്റിലെ കാഴ്ചകൾ സംഭവമാണ്. ഹലോ ഹായ്. യൂട്യൂബർ കേരള. ആ യൂട്യൂബർ. ആ യൂട്യൂബറോ? അമ്മ ചേച്ചിക്ക് ഏതൊരു ചാനലുണ്ട്. ठीक है तो हमको चैनल का नाम ना एस्मेथाना का ब्लॉग है. एस्मेथाना का ब्लॉग. मुकबान मुकबान. किरा खाता है. किरा. ओ ठीक है. अभी देखो ना सब्सक्राइब भी कीजिए, हम भी करेगा आपका. ठीक है करेगा. हाँ आइए. ഞാൻ ഒന്നും കൊണ്ടുപോകുക കേട്ടോ. ആള് 220 है. आपको തൊടാൻ പറ്റൂലേ? തൊട്ടിട്ട് ചേച്ചിയാ കളിച്ചത് നമ്മുടെ. कैसे बनागा और कैसे खाएगा मैं ऐसे खाता है. ठीक है. अब चैनल भी देखो, आपको मोबाइल होने. ये क्या है? अब है ये हनी. हनी है ये. हनी आपको सब्सक्राइबर बहुत हो गया ना. ओरिजिनल हनी है. हाँ प्योर का है. प्योर है. ये कितना है? ये 350 है. प्योर है. प्योर है. 350. ആ നമുക്കൊന്ന് വാങ്ങിയാലോ വീട്ടിക്ക് കുട്ടിക്ക്. നമ്മളൊരു തേനൊന്ന് വാങ്ങിയിട്ട്, അത് സാധാരണ അമ്മ എല്ലാ ട്രിപ്പിലും പറയാറുണ്ട്, ഇത് കുറേ കഴിയും നമ്മൾ നാട്ടിൽ എത്താം. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ വാങ്ങി വെച്ചാൽ കുട്ടിക്ക് ചുമക്കൊക്കെ വേണ്ടി പറ്റും സാധനം. അത് ഒറിജിനലാണെന്നാണ് അമ്മച്ചി നമ്മുടെ പറയുന്നത്. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതാണ്. 34 ഒരു ചാനലുണ്ട്. അതിൻ്റെ പേരാണെങ്കിൽ അത് തൊള്ളയിൽ കിട്ടാത്ത പേരാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അധികം പറഞ്ഞു ഒരു ദിവസം ബിരിയാണി ഇതൊക്കെ വെച്ചുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു എന്നോട്. ആ ബായ്. ആ ബായ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് വേറെ എന്തോ സാധനം കൂടി അമ്മച്ചി തന്നല്ലേ? അരി വറുത്തത്. അത് 36 വാങ്ങിയാണെന്ന് പറഞ്ഞ ഞങ്ങളോട്. അതായത് സ്നേഹസമ്മാനമാണ് തന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. പട്ടി കണ്ട്, അത് കണ്ട്, ഇത് കണ്ട്, എല്ലാം കണ്ട്. ചിക്കനും വാങ്ങി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ശരിക്കും നമ്മൾ പുറത്തേക്കാണ് പോകേണ്ടത്. പുറത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം. അവിടെ എന്തെങ്കിലും കണ്ടിട്ടാണ് പോവാം അല്ലേ ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് 2 എന്താ പറയുക ബനിയ വാങ്ങി. അതായത് ഇത് തണുപ്പിനിടാം. നമുക്കിത് കുക്കുമാണ്, ഇത് ഞാനാണ്. നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യണ ആളെന്ന് പറയുന്നത് ദേവാണ്. അദ്ദേഹത്തിൻ്റെ കടയിലാണ് നമ്മൾ വാങ്ങിയത്. നസീറുദ്ദീൻ അല്ലേ? നസീറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയ സാധനം കേട്ടോ. പിന്നെ എത്ര വില അറിയാമോ? 600 രൂപ തോന്നി. 800 മുപ്പര് പറഞ്ഞ് നമുക്ക് 600 രൂപ. അങ്ങനെ കയ്യിൽ നിറച്ച സാധനവുമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. പുറത്തേക്ക് ഇനി കുറച്ചും കൂടി ദൂരം പോകണം. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാര മാർക്കറ്റേ അല്ല, അതിഗംഭീരമായൊരു മാർക്കറ്റാണ്. എല്ലാവിധ ഇറച്ചികളും കിട്ടും, എല്ലാ സാധനവും A to Z സാധനങ്ങൾ കിട്ടും. പക്ഷേ ഞാൻ അവിടുത്തെ മസാലകളൊക്കെ നോക്കി. നമ്മളവിടുത്തെ മസാല അല്ല ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയില്ല. നമ്മൾ പറ്റ കൊടുങ്ങിയിട്ട് ഫുള്ള് കഴിയട്ടെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കച്ചവടങ്ങളുണ്ട്. മീൻ കൊഞ്ച് മത്തിയല്ലേ? മത്തിയല്ല. ഇത് മത്തിൻ്റെ പോലെ തന്നെ, പക്ഷേ മത്തിയല്ല ഗൈസ്, വേറെന്തോ ആണ്. ആക്കണ മഞ്ഞയിൽ ഇതാണ് പോലെ കണ്ടത്, പാമ്പിൻ്റെ പോലെ. മഞ്ഞയിലാണെന്ന് പറഞ്ഞിട്ട് ഒപ്പല്ലൊരു വിശ്വസിക്കണ്ടായത് മഞ്ഞയിലാ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നമ്മളെ വണ്ടി കുറേ അവിടെ എവിടേക്കോ ആണ്, എവിടെ അറിയില്ല. ഇതൊക്കെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും വേണ്ട അല്ലേ. അങ്ങനെ കച്ചവടങ്ങളിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. നമ്മളുടെ വണ്ടി ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത് അല്ലേ? നമ്മളിവിടെ നിർത്താനേ ഗ്യാപ്പില്ല. ഞങ്ങൾ നേരത്തെ നിർത്താൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഗ്യാപ്പില്ല. ഞങ്ങൾ കുറച്ച് താഴെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. ഇനി അവിടെ വരെ നടക്കണം. അവിടെ വരെ നടന്നിട്ട് നമ്മൾ വണ്ടിയിലേക്ക് എത്തിയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾക്കിന്ന് ചിക്കൻ കുക്ക് ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കുക.
ഇപ്പം തന്നെ സമയം 12 മണി കഴിഞ്ഞു. 1 മണി ആയില്ലേ? 1 മണിയായി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങും വേണം, ഈ തിരക്കുന്ന കൊണ്ട് ഒഴിഞ്ഞ് പോവും വേണം, സ്ഥലം കിട്ടണം. ഓ ചെങ്ങൈമാരെ, നമ്മൾ അവിടെ നിന്ന് ആ മലയ്ക്ക് മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി കുറച്ച് ദൂരം പോന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഞങ്ങളുടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ സൈഡിലല്ലേ, അന്നാവുക നല്ല സ്ഥലത്ത് നോക്കി ചെയ്യണം നമ്മൾ കുക്കിംഗ്. ഓക്കെ ഡ്രാക്കുള കുക്കു ഇവനൊക്കെ തണുത്തിട്ട് ആകെ അരപ്പാണ്. ചിക്കൻ കഴിയുക, ചിക്കനാണ്, ചിക്കൻ കറി. നമ്മൾ ഇന്നാളെ വെച്ച പോലെ വെക്കാം അല്ലേ? മറ്റെങ്ങനെ സമയം എടുക്കണ മാത്രല്ല, അത് രസമാണ്, അതാണ് രസം. ഏത് മുപ്പടുത്ത് വെച്ചേ ആ ഒക്കെ പാടായിട്ട് വെള്ളം ഏറുകയാണേ. ഇവിടെ സൂര്യാസ്തമയം ആകാനായിട്ട് 2:45 സമയം. ഞങ്ങൾ ഈ നേരം വരെ ചോർന്നിട്ടില്ല, കാരണം ഞങ്ങൾ മാർക്കറ്റിൽ കൂടെ നടന്നിട്ട് കുറേ സാധനങ്ങൾ തിന്നു അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും തിന്നില്ല. ഞാൻ ഉള്ളിയും തക്കാളിയും വെട്ടട്ടെ. ഉള്ളിയും തക്കാളിയും വെട്ടാൻ ഒരു മാർക്കറ്റിൽ ഇല്ലാത്ത അനുഭവമാണല്ലേ. എന്തൊക്കെയാണ് വലിയ വലിയ പീസ് ഉണ്ടോ? കക്കും കൂടി വന്ന് ക്ലീൻ ആക്കി തന്നില്ലല്ലോ. ലിവറൊക്കെ ഉണ്ട് അതിൽ, ലിവറൊക്കെ ഇട്ടാണ്. ലെഗ് പീസ് വെച്ചപ്പോൾ അതിന് ലിവറും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലപ്പോൾ. മൊത്തത്തിലാണോ തൂക്കിയത്? ഓന് തൂക്കം ലാഭമായി അല്ലേ? നമ്മളാണെങ്കിൽ അതൊന്നും വല്ലാതെ തിന്നില്ല. പിന്നെ മസാല കൂട്ടുകയാണ്. മുളക് പൊടിയൊക്കെ ഒരു ആവശ്യത്തിന് ഇടുക. ഇത് മഞ്ഞളല്ലേ? മഞ്ഞൾ ഇപ്പം തന്നെ ഫാസ്റ്റായിട്ട് ചെയ്യണം. എന്തായി കട്ടായ? അല്ല ഓക്കെ. ഞാൻ അതിലേക്ക് നമ്മുടെ ഉള്ളി തക്കാളി ഇത് വെളുത്തുള്ളിയൊക്കെ മുളച്ചു തുടങ്ങി അല്ലേ? ഇത് എനിക്ക് വേണത് കുഴിച്ചിട്ടുണ്ടാവും. അടക്കട്ടെ, നമുക്ക് കുഴിച്ചിടണേ. നമുക്കൊരു മസാല എടുത്തും കൈ ഇന്നാൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല. ഞാൻ അതിലേക്ക് നമ്മുടെ ചിക്കൻ സവർണ ഇട്ട് കൊടുക്കാം. ഓക്കെ കാര്യത്തിന് മാത്രം നോക്കി കണ്ടില്ല നമ്മള്, ഇല്ലല്ലോ, അല്ലാത്ത ഇലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് നോക്കിനി. ഇതൊക്കെ ഒരു സാധനം ഇപ്പം ഇട്ടിട്ടില്ല നമ്മൾ. അതെന്താ പറയുക, ഉപ്പ്. ഇവിടുത്തെ നമ്മളിപ്പോൾ ഇന്ന് കണ്ടാണ് ഇവിടുത്തെ മുളക് കുരു ഇല്ല ടൈപ്പായിട്ട് അല്ലേ? കുരുവായിട്ട് വേറെ ഭയങ്കര പൊടിയായിട്ടും 2 വിധത്തിലായിട്ടാണ് പൊടി വരുന്നത്. ഏറിയാവോ എന്താവോ? ചിലപ്പോ ഏറും, ചിലപ്പോ പാകവും. ഇനി ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെക്കാൻ അടപ്പ് എവിടെ കിട്ടിയോ? ഒരു അടപ്പെടുക്കുക. മറ്റടപ്പ് എവിടെ? മറ്റടപ്പ് എവിടെയാണാവോ? അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ 10 ഫുള്ളായില്ലേ? 10 ഫുള്ളായി. ഇതിൽ പൂളുണ്ട്, എല്ലാം തക്കാളി ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പച്ചമുളകാണ് ഈ ചാടണേ. പച്ചമുളക് ചാടണേ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ അടിഭാഗത്ത് ഇങ്ങനെ ഓട്ടുണ്ട്. പേപ്പർ എന്ത് കവറ്? ഇപ്രാവശ്യം കവർ ഇട്ടുള്ള, കഴിഞ്ഞ പ്രാവശ്യം കവർ ഇട്ടായിരുന്നു. അത് നമുക്കിനി എവിടെയെങ്കിലൊക്കെ നമ്മൾ നിർത്തി വണ്ടിന് മൊത്തത്തിലൊന്ന് കഴുകാണ്ട്. മൊത്തത്തിൽ അലമ്പായി കിടക്കുവാണ് അല്ലേ? നമ്മളെ ഒന്ന് കഴുകണം. പുഴുങ്ങിയെടുക്കാനായിക്കണ്. അതൊന്ന് തുറന്നാണ്ട് നടക്കി കൊടുത്ത് വെക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്താ അവസ്ഥ അറിയാലോ. ശരിക്കിളക്ക്, നല്ല മസിൽ പിടിച്ചിളക്ക്. മസിൽ പിടിച്ചള. അതെ. ഓക്കെ. ഇനി ഇവിടെ എടുത്തി വെച്ചളാ. ഇനി വെറുതെ നാളെ വെച്ചോക്കാം. എന്തെങ്കിലുമൊക്കെ കമ്മി ഉണ്ടാക്കാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടേ അടച്ചാട്ടാ. വെള്ളം പറ്റാണ്ടോ? വെള്ളം പറ്റാനൊന്നുമില്ല. ഉണ്ടേ സാധനം അയക്കണേ. ഓക്കെ അല്ലേ? എടുക്കല്ലേ? കരകയറ്റല്ലേ? കരകയറ്റ്. അടുപ്പ് ഓഫ്.
ഇത് നേരെ ചോറ് വിളമ്പുക, ചോറ് തിന്നുക, ഇത് ബാക്കിയുള്ള പരിപാടി എടുക്കുക. ബാക്കിയുള്ള പരിപാടി പറഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള സ്ഥലം കിട്ടണം. ഇവിടെ നല്ല സ്ഥലം തന്നെ, പക്ഷെ ഇവിടെ ഇട്ടാൽ പോലീസുകാർ വെക്കും. പോലീസുകാർ റോട്ടും പക്കത്തായതുകൊണ്ട് പോലീസുകാർ വെക്കും. എത്ര റോഡിൻ്റെ എത്ര അടുത്ത് പറ്റില്ല. കുറച്ചുകൂടി ഉള്ളിലേക്കാണെങ്കിൽ ഓക്കെ. കുറച്ചുകൂടി ഉള്ളോട്ടാണെങ്കിൽ അവന്മാർ വല്ലാതെ വരൂല. അല്ല നമുക്ക് പോണ വഴിക്കടലും കിട്ടുമല്ലോ, കിട്ടൂലേ? കടക്കാൻ സമയമായില്ല, എത്ര പെട്ടെന്ന്. ഇപ്പോഴല്ലേ നമ്മൾ നീച്ചല്ലേ. എന്താ എൻ്റെ ആവി, ആവി 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 നീയൻ ദിവാലി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് എനിക്ക് വളമ്പിയാണ്. ഇത് എനിക്ക് കുറച്ച് തോന്നാളുണ്ടായിരുന്നു. ഇത് ക്ഷീണിച്ച് പറയേണ്ട ആൾക്കാർ പറയണ്ടോ? ഞാനും ക്ഷീണിച്ച് പറയുന്നുണ്ട്. നീ അങ്ങോട്ട് കഴിക്കട്ടെ കേട്ടോ. കഴിക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ദിമാപൂരിലേക്ക് ഇനി വെറും 44 കിലോമീറ്റർ ഉള്ളൂ. നമ്മള് അപ്പത്തിന് ഇവിടെ ഇരുട്ടായി അല്ലേ? ഇവിടെ ഇരുട്ടായി. അതായത് നമുക്ക് എന്താട്ടാ ചേട്ടാ 10-20 കിലോമീറ്റർ കൂടി പോയിട്ടേ എവിടെയൊക്കെ എന്നാണയാ ദിമാപൂർക്ക് കേറൊന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇന്ന് ദിമാപൂരും കഴിഞ്ഞ് ആസാമിലോട്ടൊക്കെ കയറാം. പക്ഷെങ്കിൽ നമുക്ക് നാളെ കയറാം. ഇന്നിപ്പോ ഇത്ര സമയമായി. ഇത് മാത്രല്ല, നമ്മൾക്ക് നാളെ രാവിലെ നേരത്തെ വിടുവാണെങ്കിൽ നല്ല സുഖമായിട്ട് പോകാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ സൂര്യാസ്തമയമായി, ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇട്ട് ഓടണം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടത്തൊക്കെ നൈറ്റ് ഓട്ടം എന്താ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അവിടെ നൈറ്റ് ഓടി റിസ്ക് എടുക്കണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അല്ലേ? നൈറ്റ് ഓടുണ്ടാവും. അതിപ്പോ അത്രല്ല അർജന്റ് ഒന്നും ഇല്ലല്ലോ. ആക്കം പോലെ മതി. പിന്നെ അതെല്ലാം മഞ്ഞ ഇറങ്ങിയിട്ട് സഹിക്കാണ്ട് കാണും ചെയ്യൂല. കോടണ്ടായാലും. ദിമാപൂർ എത്തുന്നതിന്റെ മുന്നേ എവിടെയെങ്കിലൊക്കെ ഒതുങ്ങി കൂടണമെന്ന് കരുതിയിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോന്ന് ദിമാപൂർ എത്തി. ഇപ്പോ ദിമാപൂര് സെൻട്രലിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് മലയാളികളായിരിക്കും ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുക. കാരണം ഇവിടെ നിന്ന് രാത്രി ഗുവാഹട്ടിയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അത് 9 മണിക്കല്ലേ? 9 മണിക്ക് പറഞ്ഞ? 9 മണിക്ക് അറിഞ്ഞത്. ആ 9 മണിക്കുള്ള ട്രെയിനാണെന്ന് അവരെല്ലാരും പോവാട്ട്. എല്ലാവരും ഗുവാഹട്ടിയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് ആണ്. നമ്മൾ അന്വേഷിച്ചിടത്തോളം ഫ്ലൈറ്റിനുള്ള ആളുകളും ഉണ്ട്, ഒരേപോലെ തന്നെ ട്രെയിനിലെ ആൾക്കാരും ഉണ്ട്. രണ്ടും പാടാണ്. ഗുവാഹട്ടിയിൽ നിന്ന് ട്രെയിനിന് പോകുന്ന ആളുകളും ഉണ്ട്. ഏതായാലും പോലീസ് മാമന്റെ സിഗ്നൽ കിട്ടി, നമ്മൾ അങ്ങനെ പോവാണ്. ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ, നല്ല സ്പീഡ്, നല്ല വൃത്തിയുണ്ട്. നല്ലൊരു എന്താ പറയാ, ഒരു ഒതുക്കുള്ളൊരു ടൗൺ. നമുക്ക് ഇവിടെ ഒന്ന് നിർത്തണം. നമുക്കൊരു സാധനം വാങ്ങണം. എന്താണ് കുക്കൂനെ എന്താ ഡ്രസ്സ് അലക്കാന് വയ്യാൻ പോലോ വാഷിംഗ് മെഷീൻ വേണം നിർബന്ധം. അപ്പൊ ഇവിടെ ഒരു കടയിൽ കയറുകയാണ്, ഡിജിറ്റൽ മാർട്ട്. അപ്പൊ ഒരു കടയിൽ കയറും. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ. ഇതാണ് അല്ലേ ഇത്? അല്ലേ? അതാണ് ഈ സാധനമാണ് നമ്മളെ സാധനം. ഓപ്പൺ കയറാം. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിയിരിക്കണം. ഇതിന് തന്നെ വന്ന് നല്ലൊരു സംഖ്യ അല്ലേ? ഓണറാണോ പോലെ. ഇതെന്താ പറഞ്ഞാ അനെ കൊണ്ട് കൈ അതാ വേക്കൻ ഇട്ടൂടെ എന്നാ 40,000. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ വണ്ടിയിലേക്ക് തന്നെ പോവാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം. കുക്കൂന് വാഷിംഗ് മെഷീനായി. അങ്ങനെ വാഷിംഗ് മെഷീനല്ല, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിലെ ചാർജർ ബാറ്ററിയിൽ വർക്ക് ആവണില്ല നമ്മുടെ ചാർജറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് നമ്മുടെ കയ്യിൽ കിട്ടി ഇത്ര ദിവസമായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മര്യാദയിൽ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഒരു UPS ഉണ്ടെങ്കിൽ നടക്കും. എന്നാൽ പിന്നെ UPS ചാർജ് ചെയ്തിട്ട് കുറേ ദിവസമായി ഞങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കിട്ടി. നമ്മൾ ഇനി ഇവിടുന്ന് ദിമാപൂരാണ് ഇപ്പോൾ ഉള്ളത്. ദിമാപൂർ നമ്മൾ പുറത്തേക്ക് കേടാണ് കേടല്ലേ? ഞങ്ങൾ ആസാമിലെത്തിയാണ്. ആസാം രണ്ട് ഭാഗം ചന്തനാണ്. ആസാമിലെ ഒരു നൈറ്റ് ചന്ത ഉണ്ട്, രാത്രി ചന്ത. രണ്ട് റോഡിന്റെ ഇരു വശങ്ങളിലായിട്ട് നടക്കുന്ന ചന്തയാണ്. ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വണ്ടികൾ സ്ലോ ആണ്. അപ്പൊ എന്താ സംഭവം അറിയാനുള്ള. അപ്പൊ ഇതാണ് സംഭവം. രണ്ട് സൈഡിലും മാർക്കറ്റാണ്. കോയും താറാവും പച്ചക്കറിയും എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉള്ള
ഈ നേരത്തൊക്കെ ഒരു വെറും എന്താ പറയാ മെഴുകുതിരിന്റെ വെട്ടത്തില് അധികം കടകളും തിരക്കുണ്ട്. മാർക്കറ്റിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ പക്ഷെ മാർക്കറ്റിൽ നിർത്തുന്നില്ല. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒതുങ്ങി കൂടണ്ടേ. സമയം അധികം ഒന്നായില്ല, 6 മണി ആയുള്ളൂ. പക്ഷെ ഇതിന് ഇരുട്ട് കണ്ടാല് ഇത് കണ്ട പുറത്തൊരു നമ്മുടെ നാട്ടിലൊരു 9 അല്ലേ? നമ്മളതിലൊക്കെ സ്ഥലം പിടിക്കട്ടാ. ചെങ്ങന്മാരെ പോകുന്ന വഴിയിലൊരു എന്താ പറയുക ഭാരത് പെട്രോളിയം പമ്പിൽ ഞങ്ങൾ ഇന്ന് അഭയാർത്ഥികളായിട്ടുണ്ട്. ഞങ്ങളിന്ന് ഇവിടെയാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നല്ല സ്പേസ് ആട്ടോ. അപ്പോൾ തന്നെ ടോയ്ലറ്റ് സൗകര്യം പമ്പായതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറ് തിന്നു എന്ന് കരുതുന്നു. ഞങ്ങൾ ചോറ് തിന്നുവാണ്, കഴിക്കാൻ പോവുകയാണ്. കുറേ ആളുകൾ നമ്മളുടെ വീഡിയോ കണ്ടാണ്ടാണ് ചോറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചില ദിവസമൊക്കെ കാര്യമായ രീതിയിലൊന്നും വീഡിയോയിൽ ഉണ്ടാവുമൊന്നുമില്ല. പക്ഷേ എങ്കിൽ എന്നാലും നിങ്ങൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ചോറിനെന്ന് പറയുമ്പോൾ എന്തോ അല്ലേ ആ ഒരു ടൈമിൽ കാത്തിട്ടുണ്ട് ഞങ്ങൾ. അതെ. ഇപ്പോൾ ഇന്ന് ഒരാൾ നമ്മൾക്ക് വിളിച്ച് അദ്ദേഹം പറയാം എന്താ വീഡിയോ ഇടാത്തത്, സമയമായില്ല, സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സമയമായില്ലല്ലോ, സമയമാവുന്നേ ഉള്ളൂ, ഞാൻ അതിൻ്റെയൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാര്യം കൊണ്ട് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മുപ്പര് പറയുകയാണ് അത് ഇട്ടിട്ട് വേണം എനിക്ക് ചോറിന് വിശക്കുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് വളരെയധികം സന്തോഷമാണ് ഗൈസ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഓട്ടോയിൽ നിന്നും മാറി വാൻ ലൈഫിൽ നിന്നും മാറി ഒരു മുട്ട പകുതിയാക്കി കഴിച്ചിരുന്നൊരു കാലം ഞങ്ങൾക്കുണ്ട്. അധികം ബാക്കിലൊന്നല്ല, ഇപ്പം അടുത്ത് ഒരു വിജയവാഡ യാത്രയിൽ ഒരു മുട്ട പകുതിയാക്കി കഴിച്ചാണ്. ഞങ്ങളിപ്പോൾ ഒന്ന് 1/2 കിലോ ചിക്കൻ വാങ്ങി ഈ ഒരു പ്ലേറ്റിൽ വെച്ച് കഴിക്കാൻ വേണ്ടി 2 നേരത്തിന് കഴിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ്. നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങളുടെ കഠിന പ്രയത്നവും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാം ഉണ്ട്. ഞങ്ങൾ കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് കിടക്കാം. ഞങ്ങളങ്ങനെ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ തുടങ്ങി. ഇന്ന് പിന്നെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഇട്ട് കിടക്കേണ്ട ആവശ്യമൊന്നും. ഞാൻ പുതപ്പാക്കാൻ വേണ്ടിയിട്ടേ, ഇത് സിബ് ടൈപ്പാണ്. അപ്പോൾ സിബ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വിരിയാക്കാനും പുതപ്പാക്കാനും പറ്റും. ഇത് ഞാനങ്ങനെ പുതപ്പ് ടൈപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ സിബ്ബൊക്കെ കഴിച്ച് വെച്ചാണ്. ഇങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതാണ് എൻ്റെ തലണ. ഇതിപ്പോൾ തണുപ്പില്ലാത്തതുകൊണ്ട് തലണാക്കാം, തണുപ്പുണ്ടാകുമ്പോൾ തലണാക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ അതിൽ ബാക്കിൽ കൂടെ ലൈറ്റ് വരുന്നൊന്നുമില്ലല്ലോ, അല്ലാതെ ആ കൂളിങ് ടൈറ്റ് ആയതുകൊണ്ട് അതിൽ വല്ലാതെ ലൈറ്റ് ഒന്നും വരില്ല. പിന്നെ ഇപ്പോൾ വരുന്ന സൈഡിൽ കൂടെയാണ്. സൈഡിൽ ഇപ്പോൾ നീ വണ്ടി ഉണ്ടായതുകൊണ്ട് ഇവിടെ മറക്കണമെന്നില്ല, അവിടെ മാത്രം മറച്ചാൽ മതി വന്ന് കരുതണം. വേണമെങ്കിൽ ഒരു പ്രൈവസിക്ക് നമ്മൾ കിടക്കേണ്ട ആരും കാണണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് മറക്കാം. ഓക്കെ, അല്ലാന്നാണെങ്കിൽ മറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ മറച്ച് ചെയ്ത് കുഴപ്പമില്ല, അവിടെ മറച്ചോ, കാരണം അവിടെ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കിലൂടെ സാധാരണ നമ്മൾ മറക്കണ അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടന്നോട്ടെ എന്ന് വെച്ച്, അല്ലാതെ അവിടെ നിന്ന് ലൈറ്റ് വരുന്നതുകൊണ്ടല്ല, വല്ലാതെ തണുപ്പ് അങ്ങോട്ട് കയറേണ്ടതെന്ന് എഴുതിയിട്ടാണ് ഇവിടുത്തെ മറക്കുന്നത്. അപ്പോൾ ഇത്ര സംഭവങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ലോക്കാക്കണ ചടങ്ങാണ്. ലോക്കായി. ഇനി എൻ്റെ ചെരുപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ്, ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, ആ ഒരു ഗ്യാപ്പിൻ്റെ ചെരുപ്പ് വരും. ഫ്രണ്ടിൽ കൂടെയാണ് കയറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ എൻ്റെ ചെരുപ്പ് അവിടെ എല്ലാം വെച്ചുള്ളത് അവിടെ വെച്ചു. പിന്നെ എൻ്റെ മൊബൈല് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ലാപ്ടോപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല, എപ്പോഴും മൊബൈലിലാണ് എഡിറ്റ് ചെയ്യണത്. കാരണം ഒന്നിലേറെ നമുക്ക് ഈ കറണ്ടിൻ്റെ വിഷയം അത് നാളത്തോടു കൂടി നമുക്ക് തീരുമാനമാക്കണം അല്ലേ. കുറച്ച് ദിവസം കാരണം നമ്മുടെ കയ്യിൽ ആനയുണ്ട്, തോട്ടിയില്ല, എന്താ അവസ്ഥ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെ അല്ലേ. അതൊന്നും അങ്ങനെ ആയി. ഇനി ഞാൻ കയറി കിടക്കട്ടെ കേട്ടാ. അങ്ങനെ ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഞങ്ങൾ കിടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഒന്നുമില്ല, കാരണം നമ്മൾ ഇറങ്ങുന്നത് തന്നെ എത്ര മണിക്കാണ് ഇറങ്ങി നമ്മൾ ആ പാർക്കിങ്ങിൽ നിന്ന് 11:45 ആയില്ലേ. എന്നിട്ട് നമ്മൾ പിന്നെ നേരെ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ പിന്നെ ചിക്കൻ വാങ്ങി, അടുത്ത സംഭവങ്ങളൊക്കെ കണ്ട് ചിക്കൻ വാങ്ങി ചിക്കൻ വെച്ചു. ഞങ്ങൾക്ക് രാവിലെ നേരത്തെ ഇറങ്ങാൻ പറ്റാത്തതിന് കാരണമുണ്ട്. തലേ ദിവസം ഞാൻ പറഞ്ഞേക്ക് തൊണ്ടവേദന ഉണ്ടാകുന്നു. ഈ തൊണ്ടവേദൻ്റെ ഭാഗമായിട്ട് ഗുളിക കുടിച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, ഞാൻ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയിൽ നിന്ന് വിഷ്വൽ ഡൗൺലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും സമയം ചെയ്തില്ല. അതൊന്നും ചെയ്യാതെയാണ് ഉറങ്ങുന്നത്, അതായത് ഇന്നിട്ട വീഡിയോ. അപ്പോൾ അത്തരം കേസുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾക്ക് നേരത്തെ
ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല അല്ലേ? ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യുന്ന ഞങ്ങളിപ്പോൾ 2-2:30 2-2:30 നമ്മൾ ചോറ് രാവിലെ വെച്ചു. അതൊക്കെ ഇന്ന് രാവിലെ ഞാൻ എഡിറ്റിങ്ങും ഓന് ചോറ് ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ 2 പണിയെടുത്തേക്കായിരുന്നു. അതുകൊണ്ട് അത് ചോറായി. മറ്റേ ചോറും കൂടി ആ നേരത്തെ വെക്കേണ്ടി വന്നാലോ പിന്നെ എന്തായിക്കാര അവസ്ഥ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഞങ്ങൾ ശരിക്കും ഇന്ന് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തിയിരുന്നു. ദിമാപൂർ മാർക്കറ്റും കൂടി എടുക്കാൻ നമുക്ക് പറ്റിയിരുന്നു. ഒരു 3 മണി 2:45 ആകുമ്പോഴേക്കും നമ്മൾ ദിമാപൂർ എത്തുവാണെങ്കിൽ പറ്റിയിരുന്നു. പക്ഷേ നമ്മൾ ദിമാപൂർ എത്തിയത് തന്നെ 4:45 5 മണി അല്ലേ? ഇനിയിപ്പോൾ മറ്റൊരു അവസരത്തിലൊക്കെ നോക്കാം. പിന്നെ വരുന്ന വരവിൽ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു വെക്കണം പമ്പിൽ. അതെ, നമ്മൾ നിൽക്കാൻ ഇനി എവിടെ പറ്റുമെന്നറിയില്ല. കാരണം ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം കാടാണ്. ഇനി ഒരു കാടുണ്ട് വരാൻ. അപ്പോൾ ആ ഒരു കാട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാട് കഴിയോളം നമുക്ക് സ്ഥലം കിട്ടൂല. കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നമുക്കുള്ളൊരു പോയിന്റ് ടോൾ പ്ലാസയാണ്. ആ ടോൾ പ്ലാസ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഓപ്പൺ ആയാലും അല്ലെങ്കിലും ടോൾ പ്ലാസയിൽ കിടന്നുറങ്ങാം, കുഴപ്പമൊന്നുമില്ല. അവിടെയാണ് പിന്നെ അവിടേക്ക് പക്ഷെ ദൂരമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പമ്പിൽ കിട്ടിയപ്പോൾ ഇന്നിങ്ങനെ സൈഡായി, ഇന്നിങ്ങോട്ട് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് കരുതുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വേണ്ടിയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ശുഭനിദ്ര, ബൈ.